കുറേ നാളുകളായി അങ്ങനെ ഡോക്ടർ എന്നും എഴുതി തരുന്നു വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും കയ്യും കാലും ഒക്കെ വളരെയായ വേദനയും ബുദ്ധിമുട്ടുമായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഹാപ്പി ആയിക്കോട്ടെ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയി വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോഴത്തേക്കിനാണ് വിചാരിച്ചത് എല്ലാവരും കൂടെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴും വെച്ച് എന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞു മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ല, 3 വയസ്സുള്ള നമ്മളെ ഇച്ചൂസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയത്തില്ല, എന്നെങ്കിൽ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ കുറേ രോഗികളൊക്കെ വന്നു, എല്ലാവരും മരുന്നൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ എനിക്ക് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. മോള് അതായത് നമ്മളെ ജിന്നിനും വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇച്ചൂസിൻ്റെ ബ്ലഡും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നത്. ആയിഷമോൾ പിണങ്ങിയിരിക്കുക, എന്തോ ആവശ്യത്തിന് അവൾ പിണങ്ങിയിരിക്കുക കേട്ടോ. അവൾക്ക് അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞാവയുണ്ട്, കുഞ്ഞാവേനെ എടുത്ത് അവൾക്ക് അതിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവളവിടെ അങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്. അവൾ ഉമ്മച്ചിയുടെ ഒക്കെ ദേഷ്യം കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെന്തായാലും എന്നാൽ അവളെ ബ്ലഡ് ഗ്രൂപ്പ് കൂടെ നോക്കണമെന്ന് പറഞ്ഞു. ആദ്യമേ അവളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇവളുണ്ടല്ലോ, എവിടെയെങ്കിലും ഒന്ന് വീണോ കയ്യോ കാലൊക്കെ ഒന്ന് മുറിയുവാണെങ്കിൽ ആ കൊച്ചു സാധനത്തിൻ്റെ കയ്യോ കാലൊക്കെ ഒന്ന് മുറിയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ഓടിച്ചെന്ന് വാരിയെടുത്തിട്ട് അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ചോര വന്നാൽ ചോര തൂത്ത് കളയല്ലേ. അവൾ ചോര തൂത്ത് കളയാൻ സമ്മതിക്കത്തില്ല. അവൾ അയ്യോ എൻ്റെ ചോരയാണ്, ഇത് എൻ്റെ ചോര ആർക്കും കൊടുക്കല്ലേ, ആരും തൂത്ത് കളയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ചോര അവൾ തൂക്കാൻ സമ്മതിക്കില്ല. അതാരെങ്കിലും ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ അന്ന് അവിടെ ജഗപുകയാണ്, അടിയും വഴക്കും. ഇവിടെ കിടന്ന് എന്തെല്ലാം കൈ കിടത്ത് കളയും അവളെ ചോര. പിന്നെ അവൾക്ക് കൈ കുത്തി മുറിക്കണം ചോര ഉണ്ടാക്കിയിട്ടാന്നും പറഞ്ഞിട്ട്. അത്ര കുരുത്തക്കേടാണ് അവൾ കേട്ടോ കിടന്ന് കാണിക്കുന്നില്ല. ഞങ്ങളുടെ ചങ്കും കരലുമാണ്, ഞങ്ങളുടെ സ്വത്താണ് കേട്ടോ. അവിടെ വീടിൻ്റെ മഹാറാണികളാണ്. 3 പെൺകുട്ടികൾ അൽഹംദുലില്ലാ. മോൾക്ക് 3 ആൺകുട്ടി, ഒരു പെൺകുട്ടിയുണ്ട്. അൽഹംദുലില്ലാ സന്തോഷമാണ്, സ്വർഗ്ഗമാണ് നമ്മുടെ കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും എല്ലാം കുടുംബം അങ്ങനെ തന്നെ ആക്കി തരട്ടെ. എല്ലാവർക്കും സന്താനങ്ങളെ കൊടുത്ത് പടച്ചവനെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഞാൻ. ഒരാൾ പിണങ്ങിയിട്ട് പിണക്കൊന്നും മാറിയിട്ടില്ല, അത് അതിലോട്ട് ചുവരിലോട്ട് ചാരി നിൽക്കുക പിണങ്ങിയിട്ട്. അങ്ങനെ പിണക്കം മാറാനായിട്ട് പലതും നോക്കുന്നു, പക്ഷെ അതിലൊന്നും ഏൽക്കുന്നില്ല സാറ്. പിണങ്ങിയിട്ട് പോയി, അതിലൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ എന്തായാലും പുറത്ത് ഇതൊക്കെ എടുത്തൊക്കെ നല്ലൊരു ഫോട്ടോസ് എടുത്തതാണ് ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമല്ലോ, എന്തായാലും അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. ഐഷുമ്മ എന്താണ് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ അകത്തോട്ട് പോയിട്ടുണ്ട്. കുറേ രോഗികളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നോക്കുകയുള്ളായിരിക്കും. സുൽത്താന ഞാൻ ഒന്ന് വന്നേ, മുറ്റത്ത് ഊഞ്ഞാലിപ്പോൾ കയറിയേക്കുന്നത് നോക്കിക്കോണേ. അങ്ങനെ പിന്നെ അവരുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ചൂടെടുക്കുകയാണ്. ഇവിടെ നല്ല ചൂടുണ്ട്. ഇവിടെ ഡിസംബറിലെ ചൂടും കാറ്റും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാം ഇങ്ങനെ മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ്റെ ബ്ലഡ് എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് എടുക്കുന്ന മോളെ ഒന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ആദ്യം ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോര എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ചോരയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുണ്ട്. ചിരിക്കില്ല. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാ പിള്ളേരും പേടിച്ച് എല്ലാവരും കിടന്ന് നിലവിളിക്കും. അവൾക്കതൊക്കെ വേറെ നിസ്സാരമായിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൈ കെട്ടിയപ്പോഴേ ചിരിക്കുന്നതൊക്കെ ചെറിയൊരു പേടി ഭയമുണ്ട്. എന്നാലും അവൾ ചേട്ടത്തിമാരെയൊക്കെ ഒന്ന് നോക്കി നിൽക്കുക, താത്തിമാരെ. കാരണം ഇവളൊന്ന് കരയുന്ന കാണണമെന്ന്, പക്ഷെ അവൾ കരയത്തില്ല. അത്രയ്ക്ക് ധൈര്യമുള്ള മോളാണ് കേട്ടോ. സൂചി വെച്ചപ്പോൾ കണ്ണെന്ന് ആദ്യം ഒന്ന് പൊത്തി, എന്നാൽ കണ്ണ് പൊത്തിയിരിക്കാൻ കാണണ്ടെന്ന് ഓർത്തിട്ട്. പക്ഷെ പിന്നെ അവൾ നോക്കി ചിരിക്കും കേട്ടോ. ചിരിക്കുന്ന ചിരി കണ്ടോ. എല്ലാവരും ഇപ്പോൾ കരയുമെന്ന് കേട്ടോ. കരയുന്ന കാണാൻ വേണ്ടി പോയി അടുത്ത് കാത്തുനിന്ന് അവളെ താത്തി വരി കേട്ടോ. എന്തൊരു ചിരിയ അത് കണ്ടപ്പോൾ. ചിരി വന്ന് നമ്മളാണ് അവിടെ കിടന്ന് ചിരിച്ചത് കേട്ടോ. കേട്ടോ, നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ കുട്ടികളെ? സൂചി കാണുമ്പോൾ നിലവിളിക്കുന്നവരല്ലേ എല്ലാവരും, നിലവിളിച്ചോടും. അവളാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിയാണ്, അവൾക്ക് ഭയങ്കര സന്തോഷം. അത് പോരാഞ്ഞിട്ട് ഈ സൂചി അങ്ങോട്ട് ഊരി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവളെ കയ്യിലിങ്ങനെ ഒട്ടിക്കുന്ന പഞ്ഞി ഉണ്ടല്ലോ, ആ പഞ്ഞി കുറച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അവൾക്ക് ഭയങ്കര സന്തോഷം, വളരെ ഹാപ്പിയാണ് അവൾ. പഞ്ഞി കിട്ടിയാൽ മതി, അല്ലല്ലോ അവൾക്ക് കൈ എവിടെയെങ്കിലും ഒന്ന് വീണും മുറിയോ ഒക്കെ ചെയ്ത് ഒന്ന് കെട്ടി വെച്ചാൽ മതി.
വേറെ ഒന്നും വേണ്ട. അവൾക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഒന്നും ചെയ്യണം. അവൾക്കൊന്ന് കെട്ടി വെക്കണം. കണ്ട വളരെ സന്തോഷത്തിലിരിക്കുന്നുണ്ട് അവള്. സിസ്റ്റർമാരൊക്കെ അന്തം വിട്ടു, എല്ലാവരും അന്തം വിട്ടു പോകും അവൾ ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട്. എല്ലാവരും നല്ല മോളാണ് കേട്ടോ, നല്ല കുട്ടിയാണ് കേട്ടോ. ഒന്ന് മറ്റേ ഐഷായോ സുൽത്താനയൊക്കെ ആണെങ്കിൽ അവിടെ ഇപ്പം ചാടി പൊടിച്ച് തകർത്ത് വരിയനെ. എന്ത് ചിരി. അവൾക്ക് എന്താ സ്വർഗം കിട്ടിയല്ലോ ഈ സന്തോഷം. അവിടെ ഒന്ന് കുത്തി വെച്ചപ്പോൾ തന്നെ എന്തൊരു സാധനം. നമുക്ക് വേദനയില്ല എന്തോ, വേദനയൊക്കെ ഉണ്ട്. ചിലപ്പോൾ മുറിയുമ്പോഴൊക്കെ വേദനയാണെന്ന് പറഞ്ഞാൽ കരഞ്ഞോടൊക്കെ വരുന്നൊക്കെ കാണാം. പക്ഷെ എത്ര വീണാലും മുറിഞ്ഞാലും അവളെ ചോര മാത്രം ആരും തുടക്കരുത്. അതാണ് അവളെ. പിന്നെ ഇപ്പം എൻ്റെ പഞ്ഞി വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ആ പഞ്ഞി നോക്കിയില്ല ചെറിയ സന്തോഷമാണ് അവൾക്ക്. കണ്ടോ, അത് കിട്ടിയപ്പോൾ അടിപൊളിയായി അവളെ. അങ്ങനെ അതെല്ലാം അഴിച്ചു മാറ്റി ആ പഞ്ഞി കിട്ടിയ സന്തോഷത്തിലാണ് അവൾ. കേട്ടോ ചിരി കണ്ടോ, എന്തൊരു സന്തോഷം. എല്ലാവരും അവളെ കരച്ചിലാണ്ട് താത്തിമാരൊക്കെ അടുത്തോ ചുറ്റും കൂടിയൊക്കെ ഒന്നത് കരയുന്ന കണ്ടുകളയെന്ന്. പക്ഷെ അത് അവളുടെ വെറും പ്രതീക്ഷ മാത്രം. അവളല്ലേലും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എത്ര വലിയ സന്തോഷമാണ്. ഭയങ്കര കോമഡിയാണ് അവൾ എപ്പോഴും. അവളെ താത്തിമാരെക്കാളും ഒക്കെ കൂടുതൽ. അല്ലോ അങ്ങനെ വന്ന് ഇരുന്നവർക്ക് നിരാശയായി പോയി. പഞ്ഞി കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. എന്തൊരു കളിച്ചിട്ട്. അല്ലാഹു വേറെ ഏതെങ്കിലും മക്കളാണെങ്കിലോ അവിടെ കാറി പൊടിച്ച് നിലവിളിച്ച് തകർത്ത് വരും. എന്ത് രസമല്ലേ അവളങ്ങനെ. അപ്പോൾ പിന്നെ കൂട്ടുകാർ, അപ്പം ഞങ്ങളുടെ വിശേഷം ഇതൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. എപ്പോഴും ഇങ്ങനെ റൂമിനകത്ത് അടച്ച് കെട്ടി വേവിക്കുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വീണ്ടും നേരം വിളിക്കുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വീണ്ടും ഇത് തന്നെ ജോലി കാര്യങ്ങൾ. ഇത് തന്നെയല്ലേ ജീവിതം മുന്നോട്ട് പോകണത്. ഇങ്ങനെ ജീവിച്ചിട്ട് ഈ അടപ്പൊന്നും കൊണ്ട് കൊടുത്തേ സുൽത്താന. അങ്ങനെ തന്നെയൊക്കെയാണ് കൂട്ടുകാർ. എൻ്റെ കയ്യിലെ ബ്ലഡ് അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലെ ബ്ലഡ് എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ കുത്തിയപ്പോഴത്തേക്കിന് ഞാൻ അയ്യോ എൻ്റെ അമ്മച്ചിയെന്ന് വിളിച്ചു. അതുപോലെ വിളിച്ചില്ല ആ ഇച്ചാപ്പി എന്ന് പറയുന്ന സാധനം. ഇച്ചാപ്പിക്ക് കരച്ചിലും വിളിയൊന്നുമില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തപ്പോഴത്തേക്കിന് ഞാനും അവിടെ കിടന്നുണ്ട് ഇന്നലെ വിളിച്ചു. അത്ര പോലും ഒരു ഇതില്ലാത്ത ഒരു പേടിയില്ലാത്തൊരു സാധനമാണ് ഈ ഇച്ചാപ്പി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇൻഷാല് ബാബ കണ്ട. അയ്യോ എന്നെ വെച്ച് കണ്ട. എനിക്ക് ഭയങ്കര പേടിയാ. ആയിസാ എനിക്ക് എൻ്റെ ഐസ് ഞാൻ ആർക്കും തരൂല. ഐസാ ഓ ഞാൻ എൻ്റെ ആയുസ് അങ്ങ് കൊടുക്കാൻ. ഏയ് അങ്ങനെ എത്രയൊക്കെയുള്ള കൂട്ടുകാരെ.